എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുംഭമേളയിൽ പങ്കെടുത്ത സിനിമാ താരം ജയസൂര്യക്കെതിരെ കനത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാമിക ജിഹാദികൾ. കഴിഞ്ഞ ദിവസമാണ് ജയസൂര്യയും ഫാമിലിയും പ്രയാഗ്രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്തത്. ഇതിന് ശേഷമാണ് കനത്ത സൈബർ ആക്രമണം കേരള സുഡാപ്പികളുടെ പക്കൽ നിന്നുണ്ടായത്. അപ്പോൾ ഇതിനെതിരെ ഉത്തർപ്രദേശിലെ മലയാളി അസോസിയേഷൻ UP പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ചില സ്ക്രീൻഷോട്ടുകളും ചിലവന്മാർ ചെയ്യുന്ന വീഡിയോ എല്ലാം കമൻറ്റുകൾ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും അവരുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും എല്ലാം ചേർത്താണ് UPയിലെ മലയാളി അസോസിയേഷൻ ഉത്തർപ്രദേശ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. യോഗി ആദിത്യനാഥിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുംഭമേളയെ അപമാനിക്കുന്ന ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അത് സമൂഹ മാധ്യമങ്ങളുടെ ആയാലും ഏത് തരത്തിലും, അതായത് ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും കുംഭമേളയ്ക്കെതിരെയുള്ള വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉത്തർപ്രദേശ് പോലീസിന് ഓൾറെഡി ഒരുപാട് പരാതികൾ കേരളത്തിലെ സുഡാപ്പികൾക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായല്ലോ. അപ്പോൾ കേരളത്തിലൊക്കെ ഭയങ്കര സൈബർ അറ്റാക്കായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉത്തർപ്രദേശ് പല പല മാധ്യമങ്ങളുടെ അടിയിൽ ചെന്നും ഇവിടുത്തെ സുഡാപ്പികൾ കമൻ്റ് ഇട്ടിരുന്നു. അതായത് ആരും തട്ടിപ്പോയില്ലേ എന്ന രീതിയിലുള്ള കുറേ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. കഞ്ചാവ് യുവന്മാർ, ഈ സന്യാസിമാർ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് തീപിടിച്ചായിരിക്കും എന്നൊക്കെ ഇവിടുത്തെ യുവന്മാർ ചിലവന്മാരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശത്ത് നിന്നും പോലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഉത്തർപ്രദേശ് പോലീസ് തീരുമാനിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വെച്ച് പുറപ്പിക്കില്ല. അപ്പോൾ അതിനെതിരെ കുറേ ആക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ കുംഭമേള ഫെബ്രുവരി 26 കഴിയുന്നത്. ഇപ്പോൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുംഭമേള സ്റ്റാമ്പേഡ് ഉണ്ടായില്ലേ, അപ്പോൾ എല്ലാ ടീമും സ്റ്റാമ്പേഡിൻ്റെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 26 കുംഭമേള അവസാനിക്കുന്നത്. അപ്പോൾ അവസാനിക്കുന്നതിന് മുന്നേ ഈ കുറ്റവാളികളെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ തിരക്കിലാണവർ. അപ്പോൾ സൈബർ ടീം ഈ പരാതികളൊക്കെ സൈബർ ടീം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പണി പുറകെ വരുന്നുണ്ട്. കേരളത്തിലടക്കം വന്ന് UP പോലീസ് ചിലവന്മാരെ പൊക്കാനുള്ള സാധ്യത ഉണ്ട്. അതിന് ഇൻറ്റൻസിറ്റിയൊക്കെ അന്വേഷിച്ച്, അതായത് അവർ അനലൈസ് ചെയ്യും ഇതിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം UP പോലീസ് കേരളത്തിൽ വന്ന് ഇവന്മാരെ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തരത്തിലുള്ള കുംഭമേളക്കെതിരെ വൃത്തികെട്ട പരാമർശം, വൃത്തികെട്ട കമൻറ്റുകളും വൃത്തികെട്ട വീഡിയോയുമായി ആരെങ്കിലും വരുന്നുണ്ട്, ഒരു കാര്യം ഓർത്തോ മക്കളെ, ഇത് UP ആണ്, ഉത്തർപ്രദേശാണ്. അതായത് പണ്ടത്തെ ഉത്തർപ്രദേശല്ല, അവിടെ യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത്. ഇവിടെ വന്ന് കേരളത്തിൽ ഏത് മാളത്തിൽ വിളിച്ചു കഴിഞ്ഞാലും മാളത്തിൽ വന്ന് പൊക്കും. അത് അറിയാലോ. പൊക്കിക്കഴിഞ്ഞ് പൊക്കിക്കഴിഞ്ഞ് മാത്രമേ മാധ്യമങ്ങൾക്ക് പോലും വിവരം ലഭിക്കൂ. എന്ത് സുരക്ഷ ഒരുക്കി കഴിഞ്ഞാലും ഇനി സുഡാപ്പികളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എത്ര വലിയ ശക്തി കേന്ദ്രങ്ങളിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും തൂക്കിയെടുത്തുകൊണ്ട് വരും. അവിടെയൊക്കെ NIAയുടെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ പണിക്ക് വരുന്ന ഇറച്ചി വെട്ടുകാരും വാർക്കപ്പണിക്ക് വരുന്ന അവന്മാരും അതിലൊക്കെ NIA ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്താലും കുംഭമേള അപമാനിച്ചു കഴിഞ്ഞാലും പിടിക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. കളിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസിനോടാണ്. ഉത്തർപ്രദേശ് പോലീസിന് യോഗി സ്പെഷ്യൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ 120 ആരംഭിച്ചതിന് ശേഷം ഈ കുംഭമേള അപകടത്തിന് കാരണക്കാരായ, കുംഭമേള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നവരെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരിക, ഇല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരിക. അതാണ് യോഗി ആദിത്യനാഥ് ഇവന്മാർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ കളിക്കാൻ നിൽക്കേണ്ട മക്കളെ UP പോലീസ് എന്ന് വെച്ചാൽ അത്ര എഫിഷ്യൻറ്റ് ടീമിനാണ് ഇപ്പോൾ അവർ ഹയർ ചെയ്തിരിക്കുന്നത്. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും അവർ ഇവിടെ വന്ന് നിങ്ങളുടെ പെരയിൽ വന്ന് തൂക്കിക്കൊണ്ടുപോകും. ഓക്കെ, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് വഴി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊക്കില്ലെന്ന് വിചാരിച്ചോ, എല്ലാം പൊക്കും. ഇവിടെ വന്ന് കേരള പോലീസ് എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ പക്കലുണ്ട്, ആരൊക്കെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്, കമൻറ്റ് ഇടുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റിക്കെതിരെ പ്രത്യേകിച്ച് ഒരുപാട്, കഴിഞ്ഞ ദിവസം വിജയ് ദേവരകൊണ്ടയും അമ്മയും കുംഭമേളയിൽ പങ്കെടുത്തു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അവിടെ ആന്ധ്രയിലും തെലുങ്കാനൊന്നും ആരും അതിന് മോശമായി പറഞ്ഞില്ല. അവിടെയും സുഡാപ്പികളുണ്ട്, പക്ഷേ പറയില്ല, അവിടെ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടുന്ന് പോലും ഉണ്ടായില്ല. അവിടുന്നൊക്കെ വിജയ് ദേവരുടെ അപ്രിസിയേഷനാണ് കിട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ജയസൂര്യക്കെതിരെ കനത്ത സൈബർ ആക്രമണം വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ മോശമായ രീതിയിൽ. ഞാൻ പറയട്ടോ, അതായത് ജയസൂര്യക്ക് ഓൾറെഡി ഒരു അലിഗേഷൻ ഉണ്ട്. അതായത് ഹാബ കമ്മിറ്റി റിപ്പോർട്ടും ചില പരാതികളൊക്കെ ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നു. അതായത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജയസൂര്യ ഒരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അവനെ കയറി പിടിച്ചു എന്നൊക്കെയുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതൊന്നും തെളിയിക്കപ്പെട്ടില്ല. ചുമ്മാ ഇങ്ങനെ എയറിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മുൻനിർത്തി ജയസൂര്യ കനത്ത സൈബർ അറ്റാക്ക് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം? ഇവരുടെ ലക്ഷ്യം ജയസൂര്യ അറ്റാക്ക് ചെയ്യില്ല. അതായത് ഹൈന്ദവ ആചാരങ്ങളെ, ഹൈന്ദവ ബിംബങ്ങളെ ആരൊക്കെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടോ ഇവരൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യാം. അതായത് ഉണ്ണിമുകുന്ദനൊക്കെ കണ്ടില്ലേ, ഉണ്ണിമുകുന്ദൻ കുറി തൊട്ട് വരുന്നു, ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നു, ഗണപതി വിഗ്രഹം പൂജിക്കുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഇവർ സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് വളരെ സമാജ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക, വളരെ പുള്ളിയുടെ ഏത് പടം ഇറങ്ങുമ്പോൾ ആ രീതിയിൽ കാണുക. അതൊക്കെ ഒരു കേരളത്തിലെ സുഡാപ്പികൾക്ക് മാത്രമുള്ള പരിപാടിയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇതേ ഒരു പാതയിലാണ് ജയസൂര്യയും കനത്ത സൈബർ അറ്റാക്ക് അയച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ നട ജയസൂര്യ ഉണ്ണിമുഖത്തിന് അറ്റാക്ക് ചെയ്യല്ല. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹൈന്ദവ ബിംബങ്ങൾ പേറുന്നവരെ, ഹൈന്ദവ ആശയം പേറുന്നവരെ നിരുത്സാഹപ്പെടുത്തുക, അപമാനപ്പെടുത്തുക സമൂഹ മാധ്യമങ്ങളിലൂടെ. അപ്പോൾ അതിനെതിരെ ആക്ഷൻ യു പി പോലീസ് എടുക്കാൻ പോവുകയാണ്. വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളായി വന്നുകൊണ്ടിരുന്നത്. ചില കമൻറ്റുകൾ ഞാൻ വായിച്ചു തരാം. അതായത് പുള്ളി അടുത്ത ദേശീയ അവാർഡിലൂടെ പരക്കം പാച്ചലാണെന്ന്. പിന്നെ അടുത്തൊരു സുഡാപ്പിയറാണ്, അവിടുത്തെ സ്വാമിമാർ കക്കൂസിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സോറി, സ്വാമിമാർ കക്കൂസിൽ പോകാറില്ലല്ലോ, ഗംഗയുടെ സൈഡിൽ ഇരുന്നല്ലേ സാധിക്കുന്നത്. എടാ സുഡാപ്പി, ഞാൻ പറയട്ടെ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ഈ ഗംഗ ക്ലീനിങ് പ്രോജക്റ്റായിട്ട് ഒരുപാട് ഇത് ബജറ്റിൽ പോലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗംഗയിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ഡൽഹി യു പിയിലൊക്കെ പോയവർക്ക് മനസ്സിലാവും, അത്രയും നീറ്റാണ്. മുമ്പ് പോയവർക്കും ഇപ്പോൾ പോയവർക്കും അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. വല്ലപ്പോഴൊന്ന് പോയി നോക്കണം സുഡാപ്പി, കേരളത്തിലെ സുഡാപ്പി. പിന്നെ എന്താ പറയുക, ഉണ്ണി മുകുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയത് സമാജം സ്റ്റാർ ആയത് കൊണ്ടാണെന്ന് കമ്മികൾ പറഞ്ഞുണ്ടാക്കിയ അപ്പാടെ വിശ്വസിച്ചു. അല്ലേ ജയേട്ടാ? ഇനി സംഘത്തിൻ്റെ കാവൽ ജയേട്ടനുണ്ടാകും. ഹരഹര മഹാദേവ. പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു. ചാൻസ് മുഖ്യം, അയിനാണ് തൊഴിൽ, അഭിനയമല്ലേ, ഇതും അതിൻ്റെ ഭാഗം. കുംഭമേള BJP സമ്മേളനമാണ്. ഒരു സുഡാപ്പി പറഞ്ഞിരിക്കുകയാണ്, കുംഭമേള BJPയുടെ സമ്മേളനമാണെന്ന്. പറഞ്ഞു കുംഭമേള കൂടി RSS ഉത്സവമാണെന്ന് തോന്നുന്നു. ഇവനൊക്കെ ഏതറ്റം വരെയുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ ഗുണം കുംഭമേള, ജയസൂര്യ കുംഭമേളയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഗുണം RSSന്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടേ? എന്തുവാണ് ഇതൊക്കെ? ഇവനൊക്കെ എന്തുവാണ് പറഞ്ഞു വെക്കുന്നത്? അതായത് അങ്ങനെ ആ പീഡന കേസിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്നൊക്കെ. അതായത് സുഡാപ്പികളൊക്കെ ഇവന്മാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? വളരെ മോശം. ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ, എല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് അധികം പറയുന്നില്ല. ഇവന്മാരുടെ ഹജ്ജിന് ഞാൻ പറയട്ടെ, ഈ ജയസൂര്യക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ട്. ഓക്കെ, അത് ഉള്ള കാര്യം തന്നെയാണ്. അലിഗേഷൻ ആരും എന്താ പറയുക, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോൾ കോടതിയുടെ പക്കലുള്ള കാര്യമാണ്. എന്നിട്ടും ഈ സുഡാപ്പികൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഐസ്ക്രീം പാർലർ കേസ് മറ്റേ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും ഈ പ്രശ്നമുണ്ടായിരുന്നു. ആ സമയത്ത് ഹജ്ജിനൊക്കെ പോയില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇവിടുത്തെ ലീഗ് നേതാക്കന്മാർക്കെതിരെ, മിക്ക ലീഗ് നേതാക്കന്മാർക്കെതിരെയും സുഡാപ്പികൾക്കെതിരെയും ഇത്ര അലിഗേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർ ഹജ്ജിന് പോകുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ മറ്റു മതസ്ഥരെ വന്ന് ഇവർ അപമാനിക്കുന്നുണ്ടോ? അത് ഒരു കാര്യം വ്യക്തമാണ്, ഇവർ ഹൈന്ദവ ആചാരങ്ങൾ പേരുന്ന ഹൈന്ദവ ബിംബങ്ങളെ അപമാനിക്കലാണ് ഇവരുടെ ഉദ്ദേശം. എന്ത് തന്നെയായാലും ഇവന്മാരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. യു പി പോലീസ് ഇവന്മാരെയൊക്കെ പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് തന്നെയായാലും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇതൊക്കെ അന്വേഷിച്ചിട്ട് മെറിറ്റൊക്കെ അന്വേഷിച്ച് യു പി പോലീസ് ഉചിതമായ നടപടി എടുക്കുമെന്നാണ് വിവരം. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഒരാളാകുമ്പോൾ അതിന് മാധ്യമ ശ്രദ്ധ കിട്ടും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു മെസ്സേജാണ്. അതായത് ഈ ഒരു സെലിബ്രിറ്റി യു പി പോലീസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും പറയാം, ഒരു സെലിബ്രിറ്റിയുടെ കേസിൽ ഈ ജയസൂര്യയുടെ കേസിൽ ജയസൂര്യ സെലിബ്രിറ്റിയാണ്, നാലാൾ അറിയാം. അപ്പോൾ അത്തരത്തിൽ ജയസൂര്യക്കുണ്ടായ സൈബർ അറ്റാക്കിനെതിരെ കേരളത്തിൽ വന്ന് യു പി പോലീസ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നാലാൾ അറിയും, എല്ലാവരും ചർച്ച ചെയ്യും. അപ്പോൾ അത്തരം കേസായതുകൊണ്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുകൊണ്ട് എന്തായാലും കേസെടുക്കും. അതുമാത്രമല്ല, ഒരുപാട് പരാതി പ്രളയം ശരിക്കും ഉത്തർപ്രദേശ് പോലീസുണ്ട് കേരള സുഡാപ്പികൾക്കെതിരെ. എല്ലാ പ്രൊഫൈൽസ്, എല്ലാ ഡീറ്റെയിൽസും എല്ലാം ശേഖരിച്ച് വ്യക്തമായ, അതായത് പരാതി ഫയൽ ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ട്, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നില്ല. ഇതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, കുറേ ഒറിജിനൽ പ്രൊഫൈൽ തൊട്ടുണ്ട്. ഇവന്മാരൊക്കെ എന്തായാലും പൊക്കും, ഫേക്ക് ആയാലും ഒറിജിനൽ ആയാലും ഇവന്മാരൊക്കെ പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ചില കമൻറ്റുകൾ കാണുമുണ്ടല്ലോ, കേരളത്തിലെ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിൽ ഹൈന്ദവന് ഒരു പരിപാടി ഇവിടെ നടത്തണ്ടേ? ഇതേമാതിരി ഹൈന്ദവന് ഒന്നിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ത് ചെയ്യും? അതാണ് പറയുന്നത്. കേരളം ഭയങ്കര ഡേഞ്ചർ സോണിലാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ല, മുനമ്പത്ത് നിന്നൊക്കെ 27 ബംഗ്ലാദേശികളെ പിടികൂടിയും അവരെന്തുകൊണ്ട് മുനമ്പത്ത് പോയി. എന്തായാലും ഇതിനെതിരെ, ഈ സൈബർ അറ്റാക്കിനെതിരെ ഉചിതമായ നടപടി ഉണ്ടാവും. യു പി പോലീസ് കേരളത്തിൽ വരും, ഇവന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ആ ഒരു നല്ല ദിവസത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.